ഒരു ചൂടുള്ള വാർത്തയെ ചോർത്തെടുത്തിട്ടുണ്ട്. ഒരുമിച്ച് അഭിനയിച്ച സിനിമയിലെ നടൻ ലഹരി ഉപയോഗിച്ച് തന്നോടും സഹപ്രവർത്തകയോടും മോശമായി പെരുമാറിയെന്ന നടി വിൻസി അലോഷ്യസ്. അങ്കിൾ, ഇവിടെ പെൺകുട്ടികൾക്ക് നമ്മളൊരു പ്രൊട്ടക്ഷൻ കൊടുത്തേ പറ്റൂ. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ചെന്ന നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയ നടൻ ഷൈൻ ടോം ചാക്കോ. ഷൈനെതിരെ വിൻസി ഫിലിം ചേംബറിന് പരാതി നൽകി. എന്തായാലും ഇതിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഒരു കേസ് വരാനുള്ള എല്ലാ സാധ്യതകളും ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? നിരന്തരമായി ഇയാൾ എന്നെ ദ്രോഹിക്കുന്നത് ഞാൻ കൈയും കെട്ടി നോക്കിക്കൊണ്ടിരിക്കണം എന്ന് തന്നെ വേണം നമ്മൾ പറയാൻ. അത്രമാത്രം ഗൗരവതരമായ ഒരു വെളിപ്പെടുത്തലാണ് ഇതിലിപ്പോൾ വിൻസി നടത്തിയിരിക്കുന്നത്. ഇനി നിങ്ങളുടെ തോന്നിയാൽ അനുവദിക്കാനാവില്ല. വഴിയിൽ പള്ളി ഉണ്ടെങ്കിൽ നിർത്തി പറഞ്ഞേക്കാം. ഇങ്ങനെ പറയുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ചേട്ടൻ ഇങ്ങനെ അന്തസ്സിലാ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഈ താരസംഘടനയായ അമ്മയടക്കം ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കാൻ പോകുന്നുള്ളതും പ്രധാനമാണ്. അവരുടെ നിലപാടിനും പ്രാധാന്യമുണ്ട്. ഈ ദുശകരം പിടിച്ചവനെ ആദ്യം അടിച്ച് പുറത്താക്കുക ചെയ്തു. പോലീസിന്റെ ലഹരി പരിശോധനയ്ക്കിടെ ഷൈൻ ടോം ചാക്കോ ഇന്നലെ രാത്രി കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടി എന്നാണ്. കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? വന്നേ, എന്താ ഈ പരിപാടി? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. എന്തൊരു ഒരു ഒരു മാരകാവസ്ഥയാണ്, എന്തൊരു ഭീകരാവസ്ഥയാണ്. അതും നമ്മൾ ലഹരിക്കെതിരെ പോരാട്ടമൊക്കെ നടക്കുന്ന ഈ കാലത്തും ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് വരിക, ഇറങ്ങി ഓടുക. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആളൊരു തല്ലിപ്പൊളിയനാ, ആരെയും വില വെക്കില്ല. പക്ഷെ ഏത് സാഹചര്യത്തിലാണ് ഈ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയത് എന്നത് പോലീസ് വിശദമായി തന്നെ പരിശോധിക്കും. എന്താ എന്റെ ഉദ്ദേശം? പിടിച്ചു നിൽക്കണ്ടേ മുത്തശ്ശ? പോലീസ് സംഘം എത്തുമ്പോൾ ഇറങ്ങി ഓടണമെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നല്ലേ ഉള്ളൂ, തെളിവൊന്നുമില്ലല്ലോ. അവന്റെ വെളിവേട് ഞാൻ മാറ്റും. അതാണ് പോലീസ് സംഘം ഇത് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ അതിനുശേഷം പോലീസിന് ഷൈൻ ടോം ചാക്കോയെ കണ്ടെത്താനോ ചോദ്യങ്ങളിലേക്ക് കടക്കാനോ കഴിഞ്ഞിട്ടില്ല. അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. ബാക്കി കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇതത്ര നിസ്സാരമായി തള്ളാനുള്ളതല്ല. നേരത്തെയും സമാനമായ രീതിയിൽ ഷൈൻ ടോം ചാക്കോക്കെതിരെ കേസുണ്ടായിരുന്നു. ആ കേസിൽ നിന്ന് ഷൈൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ പോലീസിന് ആ സംഭവത്തിൽ വന്ന വീഴ്ചകൾ എണ്ണി പറയുകയായിരുന്നു ആ വിഷയത്തിൽ കോടതി. ആ തെണ്ടി ചെറുക്ക എന്ത് തെമ്മാടിത്തനം കാണിച്ചാലും അതൊക്കെ കുട്ടിക്കളിയാണെന്ന് വ്യാഖ്യാനിച്ചോളും. ഇപ്പൊ മനസ്സിലായല്ലോ. എടോ, അതിന് ഞാനെന്ത് വേണമെന്നാ? കംപ്ലൈന്റ് തന്നെ അന്വേഷണം വഴി പോലെ നടക്കും. നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ കൂടുതൽ നടപടികളിലേക്ക് പോവുകയാണ് താരസംഘടനയായ അമ്മ. ഇതൊരു തുടക്കം മാത്രം. ദിസ് ഈസ് ഓൺലി എ ബിഗിനിങ്. കൂടുതൽ ഷോക്കുകൾ നേരിടാൻ തയ്യാറായിക്കൊള്ളൂ. പോലീസുകാരുടെ ഇടി കൊണ്ടിട്ടെങ്കിലും അവനൊന്ന് മര്യാദക്കാരനായാ മതിയായിരുന്നു. ഇതുവരെയുള്ള എല്ലാ അപായത്തിനും ഉപായം കണ്ടെത്തിയവനാണ് ഈ ലാലിച്ചൻ. ഈ ഒരു അപായത്തിനും ഒരു ഉപായം ഈ ലാലിച്ചൻ കണ്ടെത്തും.